ഹായ് നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കായും വൻപയറും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/2 കപ്പ് വൻപയറാണ്. ഇതൊരു 4-5 മണിക്കൂർ സോക്ക് ചെയ്യണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ വെന്ത് കിട്ടണം, വെന്ത് കുഴയാൻ പാടില്ല. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കായും ചേർക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വേറെ പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കായും പയറും വേവിക്കുമ്പോൾ അതിന് വേണ്ട ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത് ഇതിന് വേണ്ടി മാത്രം മതി. ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ചിരകിയ തേങ്ങ ഒരു 1/4 കപ്പ് ചേർക്കാം. കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ച വൻപയറും കായും ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ചൂടായാൽ മതി. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കായും വൻപയറും കൂടിയുള്ള തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.